ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു. അപ്പോൾ നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് കണ്ണൻ നിൽക്കുന്നത് അറിയില്ല. കളഭം കൊണ്ടുള്ള അലങ്കാരത്തിൽ നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പോയി പ്രദർശനം ചെയ്യാം. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കഴിഞ്ഞ് അങ്ങനെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഗണേശനെ കണ്ട് തൊഴുത് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ കൊടിമരത്തിൻ്റെ ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് അങ്ങനെ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും ആ കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്ന് നിറച്ച് വെളുത്ത പൂക്കൾ കാണാണ്ട് ആദ്യം തന്നെ. പിന്നെ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, അതിങ്ങനെ കാല് പിണച്ച് വെച്ചിട്ടുണ്ട്. കാൽത്തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. പിന്നെ അരമണി കിങ്ങിണിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. ഒരു മുല്ലമുട്ടുമാല ഉണ്ട്. ഒരു ചെറിയ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈ കൊണ്ടും ആ പൊന്നോടക്കുഴൽ പിടിച്ചിങ്ങനെ വേണു വായിക്കുകയാണ്. വേണുഗോപാലനായിട്ടാണ്. അങ്ങനെ മുഖത്തേക്ക് നോക്കിയാലോ വളരെ സന്തോഷത്തിൽ ചിരിച്ചും കൊണ്ട് പുഞ്ചിരി തൂകിയും കൊണ്ടാണ് വേണു വായിക്കുന്നത്. ആ മുരളീധരനായിട്ട് മുരളി വായിച്ചും കൊണ്ട് ഇങ്ങനെ ഉള്ള ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കളഭം കൊണ്ട് 3 പീലി ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. അത് 3 എണ്ണം തിരുമുടിമാല ഉണ്ട്. വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ള പോലെ തന്നെ 3 എണ്ണം ഉണ്ട്. അതേപോലെ ഉണ്ടമാല 2 എണ്ണം ഉണ്ട്. അത് എങ്ങനെയാ വെച്ചാൽ തെച്ചിയും തുളസിയും പിന്നെ വെളുത്ത പൂവും തുളസിയും തെച്ചിയും കൂടി ഉള്ളത്. അങ്ങനെ നല്ല രസമായിട്ടുള്ള കാഴ്ച. അങ്ങനെ എല്ലാവരും മയക്കിയും കൊണ്ട് നിൽക്കുന്ന പോലെയാണ് ഇന്നത്തെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ. ഇപ്പോൾ ഉത്സവമൊക്കെ വരാറായില്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു ഇതിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ കേട്ടോ. എല്ലാവരും മനസ്സുകൊണ്ട് ഭഗവാനെ കാണുന്ന ആ ഒരു കാഴ്ച നമ്മളെല്ലാവരും ആ സോപാനപ്പടിയിൽ നിന്ന് നോക്കുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സ് ആ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തി ആ ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ അവിടെ തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ആ തിടപ്പള്ളിയും അതേപോലെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്ന സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക, സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നീട് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിൽ അവിടുന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങി വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ആനന്ദശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. പിന്നീട് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിച്ച് നിൽക്കുന്നതായിട്ടിരിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയ മർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടുന്ന് ആ കൊടിമരം നോക്കി കണ്ട് തൊഴുത്
നമ്മൾ നേരെ ആ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയൊക്കെ കണ്ടു തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ടു തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. എന്നിട്ട് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മമ്മിയൂർ പോകുന്ന പോലെ നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം മനസ്സിലിങ്ങനെ ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് മമ്മിയൂരപ്പൻ്റെ ആ ദർശനം കിട്ടിയ പോലെ ആവും. അവിടുന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാല് പിണച്ച് വേണുഗാനം പൊഴിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ കൂത്തമ്പലത്തിൽ വന്നിട്ടും തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക, അയ്യപ്പസ്വാമിയെ കാണുക, പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം ചെയ്ത് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വന്ന് ആ രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കിലേക്ക് നോക്കിയാൽ നമ്മളെ ആ കാളിയമർദ്ദന രൂപിയെ കാണാം. കണ്ടിങ്ങനെ ഒന്ന് നമസ്കരിക്കാം. അതിനുശേഷം നാരായണാലയത്തിൽ വന്നാൽ അവിടെ ധാരാളം ഭക്തർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നതും ഒക്കെ കാണാം. അങ്ങനെ അവിടുന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം അത് കണ്ട് തൊഴുത് പിന്നീട് അവിടുന്ന് വന്ന് ഭഗവതി നടയിലും അതുപോലെ കിഴക്കേ നടയിൽ വന്ന് വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുക. അങ്ങനെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുമ്പോൾ നല്ല രസമാണ്, ആ പ്രകാശം ഇങ്ങനെ കാണാം നമുക്ക്. അപ്പോൾ നമ്മളവിടെ തൊഴുത കാരണം ഭഗവാന്റെ ആ കളഭാലങ്കാരം നമുക്ക് മനസ്സിലേക്ക് ഇങ്ങനെ നമ്മുടെ മനസ്സിലെത്തും. അങ്ങനെ അവിടുന്ന് തെക്കേ നടയിൽ വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവീനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം ഗുരുവായൂരപ്പനോട്, അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ അതെല്ലാം ചെയ്തു കൊടുക്കും. അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഫലവത്താവും. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.